ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഓണക്കുന്നിലേക്ക് പോവേന്ന് അമ്മയുടെ വീട്ടിലേക്ക്. ഇന്ന് ആച്ചുവിൻ്റെ ബർത്ത്ഡേ, അത് 4ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവേന്ന്. ഇപ്പം നല്ലോണം പെയ്തു, 6 മണിയായി ഇപ്പോൾ സമയം. അത് നമുക്ക് അമ്മ ഇപ്പം സ്കൂളിൽ നിന്ന് വന്നില്ല, 5:30 അമ്മ സ്കൂളിൽ നിന്ന് വന്നത്. അമ്മക്ക് ഇന്ന് ഓണപ്പരിപാടി, അമ്മക്ക് ഇന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷനും പിന്നെ ഓപ്പൺ ഹൗസും ഉണ്ടായിനി. എല്ലാം കഴിഞ്ഞിട്ട് അമ്മ എത്തിയത് 5:30. അപ്പോൾ ബാഗ് എൻ്റെത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. എന്താ വലുതാണ്, എൻ്റെ മാത്രം സാധനങ്ങളെ ഇതിലില്ലോ. ബാക്കി ആര് ബാഗ് ഇത്രക്കില്ല. ഓൻ്റെത് ചെറിയ ബാഗ്, ഇതാ സോറി, ഓൻ്റെതും ചെറിയ ബാഗ്, അമ്മേരതും. നീ ഒന്ന് ഒരു കൊല്ലത്തേക്ക് താമസിക്കേണ്ട പോലെ ഡ്രസ്സും എടുത്തിട്ട് പോന്നെ. ഞാൻ നാളെ വരും ഗൈസ്, അതുകൊണ്ട് എനിക്ക് ചെറിയ ബാഗ്. അമ്മ നാളെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ശല്യങ്ങളൊന്നും അവിടെ കൊണ്ടാക്കിട്ട് വന്നിട്ട് റിലാക്സ് ചെയ്യണം. അമ്മ നാളെ രാവിലെ വരും. അപ്പം നമുക്ക് വേഗം പോവാം. ഇപ്പോഴേ ഓൾറെഡി ലേറ്റായി. ഇന്നത്തെ പൂക്കളം നിങ്ങൾ കണ്ടു ഗൈസ്, ഞാനാണ് ഇട്ടത് ഇന്നത്തെ പൂക്കളം, ഞാൻ ഒറ്റക്ക്. അതെ അമ്മ അങ്ങനെ പറയുന്നത് അല്ല, അമ്മ ഇരുന്ന് കുറച്ച് ഡ്രസ്സ് ഇരുത്തേക്ക് മാറ്റുന്നുണ്ട്. അയ്യോ അല്ല ഇരിക്കട്ടെ, ചിലപ്പോ ആവശ്യം വരും. അല്ല ഞാൻ അതെല്ലാം ഇട്ട് നോക്കി ഇന്നല കറക്റ്റ് ഉണ്ട്. ഞെക്കല്ല, അതിനെന്റെ ബുക്ക് ഉണ്ട്. എന്റെ പുതിയ ചെരുപ്പാണത്. നമുക്ക് വേഗം പോവാം. ഇതിപ്പോ നമ്മ പറഞ്ഞോണ്ട് എന്നിട്ട് ഇറങ്ങുമ്പോ ഇപ്പൊ എന്തായാലും കുറച്ചും കൂടി ലേറ്റ് ആവും. ഞാൻ അവിടെ എത്തിയിട്ട് ബസ് കിട്ടിയിട്ട് വേണം പോവാൻ. ഇപ്പൊ എന്റെ ബാഗൊന്നും കുറച്ച് സാധനങ്ങൾ അമ്മയിലത്തേക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊന്ന് താണു, എന്നാലും ഉണ്ട്. പക്ഷെ ഇത്ര ഇല്ലല്ല, എനക്ക് 3 ഓ നമുക്ക് അത്രയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മ ഇപ്പം ചെറുവത്തൂരെത്തി. നമ്മൾ ഇപ്പം സമയം 8:15 കഴിഞ്ഞു. നമ്മ ഇങ്ങോട്ടേക്ക് എത്താൻ ബസ് കിട്ടാൻ വൈദ്യുതി. നമ്മ 6 മണിക്ക് അങ്ങോട്ട് 5:45 ആ ഒരു ടൈമിൽ നമ്മ അങ്ങോട്ടേക്ക് എത്തിയത്. എന്നിട്ട് ബസ് കിട്ടിയത് നമുക്ക് എത്രയോ 6:45 കഴിഞ്ഞിന് ബസ് കിട്ടുമ്പോൾ. ഇപ്പം 8:15 കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തായാലും 8:30 കഴിയും. 8:30 8:45 അമ്മയും കുഞ്ഞും ബാക്കിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മ ഓണക്കുന്നിലെത്തി. 8:30 ആയി ഇപ്പോൾ സമയം. ഓണക്കുന്നിലെത്തി നടക്കുന്നുണ്ട് വീട്ടിലേക്ക്. പാപ്പൻ വരുമോ? അപ്പോൾ ഫ്രണ്ട്സ്, പാപ്പൻ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. രതീഷ് പാപ്പൻ പാപ്പനെ അടുത്തേക്ക് വളക്കാൻ പോയിട്ടുണ്ട്. നോക്കണം വണ്ടി കയറുന്നുണ്ടോ? അതെ, ബാക്കത്തെ അക്കാറ് ഇതായത് അല്ല അല്ല ഇതല്ല, ഞാൻ അവിടെ ബാക്കത്തെയാന്ന് കാണിക്കുന്നുണ്ട്. അതമ്മ കണ്ടിട്ടല്ല. അല്ല, ഇതിന്റെ ബാക്കത്തെ ഞാൻ കാണിച്ചിനി ക്യാമറക്ക്.
അപ്പൊ ഫ്രണ്ട്സ് അമ്മ പോലായി ഒരു എൻഗേജ്മെന്റിനാണ് പോകുന്നത് ആടാ. അമ്മ ഒറ്റയ്ക്കേ പോകുന്നില്ല, നമ്മ പോകുന്നില്ല. ഇത് ഇന്നത്തെ പൂക്കളാണ് അമ്മമ്മ ഇട്ട്. ഞാൻ ഇന്ന് അന്യലാണ് നിൽക്കുന്നതായിരിക്കും. അമ്മമ്മ ഇട്ട് ഒറ്റക്കിട്ട പൂക്കളാണ്. ആ ഇവരെ പോലായി രമളമ്മ അമ്മേനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കാൻ പോവേന്ന് കേട്ടാ. ബൈ ബൈ ബൈ. നമ്മുടെ അമ്പലീശ്വര വീട്ടിലാണെന്നില്ല പൊന്നുവിന്റെ. അപ്പൊ നമ്മിപ്പോ ഫോട്ടോഷൂട്ടിലാണ് ഉള്ളത്. നമ്മള് നല്ല അച്ചുവിന്റെ കാണിച്ചരാ. പൊന്നു പനിയായിട്ട് നെസ്പീസിന്റെ ക്യാമ്പിന് പോയെടുത്തുനിന്ന് പകുതിക്ക് എണീച്ചിട്ട് വന്നു. പൊന്നു ഇസ് ഹിയർ. നമ്മളൊന്നല്ല ഫോട്ടോഷൂട്ട് ആച്ചുവിന്റെ ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ആർട്ടിസ്റ്റ് ഫസ്റ്റ് കോസ്റ്റ്യൂം ഇവിടെ ഊരിയിട്ടിട്ട് സെക്കൻഡ് കോസ്റ്റ്യൂമിലേക്ക് പോയിട്ടുണ്ട്. കാണിച്ചരാ. സെക്കൻഡ് കോസ്റ്റ്യൂമിലെ ഫോട്ടോ എടുക്കാൻ പോയിട്ടാണുള്ളത്. ആച്ചു ആച്ചു ബൈ പറ ബൈ പറ ബൈ ബൈ. സെക്കൻഡ് കോസ്റ്റ്യൂമിലെ ഫോട്ടോഷൂട്ടാണ് അച്ചുവിന്റെ. അതാ എത്രയായാലും എന്നെ ചെയ്താട്ട് ഇവരെ അമ്മ അമ്മ ഇങ്ങോട്ടോ അമ്പളേച്ചി.